ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്ററാണ് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. എമിറേറ്റ്സിലെ കാഴ്ചകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദി എയർപോർട്ട് ഇൻ ടു ദി ഓപ്പൺ എയർ. അപ്രതീക്ഷിതമായി എത്തിയ ഒരു ടൂറിസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണാനുണ്ടാവുക എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത്. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. അതെ, ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. അതായത് അപ്രതീക്ഷിതമായി എത്തിയ ഒരാളാണ്. അതല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാണാൻ വന്നതല്ല. ഞാൻ 2 ദിവസം എൻ്റെ നീസ് എന്ന് പറഞ്ഞാൽ അനന്തരവൾ, ആങ്ങളയുടെയോ പെങ്ങളുടെയോ മകളെയാണ് നമ്മൾ നീസ് എന്ന് പറയുക, അനന്തരവൾ. അപ്പോൾ ഞാൻ എൻ്റെ നീസിൻ്റെ കൂട്ടത്തിൽ ഒമാനിൽ താമസിക്കാൻ വന്നതാണ്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം. വളരെ തിരക്കു പിടിച്ച ഒരു 2 ദിവസമാണ് എനിക്കിവിടെ കഴിയാനുണ്ടാവുക. But 2 days were enough to give me an eyeful and plenty of food for thought. പക്ഷേ ആ 2 ദിവസം തന്നെ എൻ്റെ കണ്ണുകൾക്ക് മനോഹരമായ കാഴ്ചയും എൻ്റെ ഓർമ്മകൾക്ക് മനോഹരമായ ഓർമ്മകളുമാണ് തന്നത്. The dense clouds hovering above the wings of the aircraft had already given me an eyeful. The dense clouds hovering above. കട്ടി കൂടിയ ആ മേഘങ്ങൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ വിമാനത്തിന് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെ എനിക്കൊരു നല്ല അത്ഭുതം നിറഞ്ഞ കാഴ്ചയായിരുന്നു. ആൻഡ് ദ ഡിസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. അതുപോലെ കണ്ണെത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന ആ മരുഭൂമികളും എനിക്കൊരു നല്ല കാഴ്ചയായിരുന്നു. ദ ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസൽ ഖൈമ ടു അബുദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ സുഹൃത്ത് അശോകൻ്റെ കാറിലാണ് റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയത്. അതൊരു നീണ്ട യാത്രയായിരുന്നു. അതുതന്നെ വളരെ മനോഹരമായിരുന്നു. We never got tired of stopping and venturing out into the beach. The sea had the same serene appearance everywhere. One feels a kind of heavenly bliss at these quiet beaches. അതായത് ഞങ്ങൾ പല ബീച്ചുകളിലും ഇറങ്ങി. എല്ലാ ബീച്ചുകളിലും ശാന്തമായ കടലായിരുന്നു. സെറീൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി കാണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചുകളിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷീണമായി തോന്നിയില്ല. അല്ലെങ്കിൽ പല ബീച്ചുകളിൽ ഇറങ്ങി അവർ കയറിയാണ് പോയതെങ്കിലും അവർക്കൊരു ടയേർഡ്, അതായത് ഒരു ക്ഷീണം അനുഭവപ്പെട്ടില്ല. അവർക്ക് ഒരു സ്വർഗീയ അനുഭവമാണ് ഉണ്ടായത്. അതായത് ബ്ലിസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. ഹെവൻലി ബ്ലിസ് എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദകരമായ അല്ലെങ്കിൽ വളരെ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു യാത്രയായിട്ടാണ് ആ ബീച്ചുകൾ സന്ദർശിച്ച അദ്ദേഹത്തിന് തോന്നിയത്. അറ്റ് സ്വൈഹാൻ ഇൻ അബുദാബി ഐ കോട്ട് എ സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അബുദാബിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ദൃശ്യം പെട്ടു. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദി നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അത് അബുദാബിയിലുള്ള നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദി വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 ജിഗാവാട്ട് ഓഫ് പവർ. GW എന്നാണ് തന്നിരിക്കുന്നത്. അത് ജിഗാവാട്ടാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് അബുദാബിയിലുള്ളത്. അതിന് കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അതായത് അദ്ദേഹത്തിന് അതിനകത്ത് പോയി ഒന്നും കാണാൻ സാധിച്ചില്ല, അതിൻ്റെ എൻട്രൻസ് മാത്രം. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദി മാഗ്നിഫിസൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി പവർ പ്ലാന്റ് ഓൺ ദി നെറ്റ്. അതായത് എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. മാഗ്നിഫിസൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായ, അതിൻ്റെ വളരെ മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് അതിൻ്റെ ചുറ്റും, ആ സോളാർ പവർ പ്ലാന്റിൻ്റെ ചുറ്റും കെട്ടിയ നെറ്റിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടേ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതല്ലാതെ അതിനകത്തേക്ക് കടത്തി വിടുകയില്ല. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. അതിനകത്ത് 3.2 മില്യൺ സോളാർ പാനൽസ് ഉണ്ട്. അതായത് പാനൽസ് ഉണ്ട്. അതായത് അത്രയും വലിയൊരു പവർ പ്ലാന്റ് ആണത്. ഐ വിഷ് ടൂറിസ്റ്റ് വെയർ ഗീവൻ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദി പ്ലാന്റ്. അതിന് മുകളിലൂടെയുള്ള ഒരു നേർക്കാഴ്ചയെങ്കിലും ടൂറിസ്റ്റുകൾക്ക് അനുവദിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്തത്, ഐ വാസ് ഏബിൾ ടു വ്യൂ
ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. അതായത് ഇമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്, ഇംപ്രസീവ് എന്നൊക്കെ പറയാം. വളരെ ഗ്രാൻഡായിട്ടുള്ള ബുർജ് ഖലീഫ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങുകളിൽ ഒന്നായ ബുർജ് ഖലീഫ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദി ടോപ്പ് ഓഫ് ദി വേൾഡ്. അതിനകത്തുകൂടി കയറി അങ്ങ് മുകളിലെത്തിയാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലെത്താൻ നമുക്ക് സാധിക്കും. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല, അതായത് അതിൻ്റെ ടോപ്പിൽ കയറിയില്ല, പക്ഷെ അദ്ദേഹം ബുർജ് ഖലീഫ കണ്ടു. എ ബോട്ട് റൈഡ് അറ്റ് ബർ ദുബായ് ലേറ്റ് ഇൻ ദി ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അതുപോലെ വൈകുന്നേരം അദ്ദേഹം ഒരു ബോട്ട് റൈഡിന് പോയി. ബർദുബൈയിലാണ് ലേറ്റ് ഇൻ ദി ഈവനിങ്ങിൽ അദ്ദേഹം ഒരു ബോട്ട് റൈഡിന് പോയത്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദിയർ റിഫ്ലക്ഷൻസ് ഓൺ ദി ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്. ക്രീക്ക് എന്ന് പറയുന്ന ആ ഒരു ചെറിയ സ്ട്രീം, അരുവി, ആ അരുവിയിലൂടെയുള്ള ബോട്ട് റൈഡിൽ അദ്ദേഹത്തിന്, കനാല് പോലെയുള്ള ഒരു സ്ഥലമാണ്, അവിടെ അദ്ദേഹത്തിന് ആ ബോട്ടിൽ കൂടി പോയി. അപ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ കളർ നിറഞ്ഞ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ആ നദിയിൽ. അത് കണ്ടപ്പോൾ മറ്റേതോ ലോകത്തിലെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇറ്റ് വാസ് ഓൺലി മാച്ചഡ് ബൈ എ റൈഡ് ഓൺ ദി മെട്രോ ഫ്രം അൽ നഹദ ടു സ്റ്റേഡിയം. അതുപോലെ അതിന് തുല്യം നിൽക്കുന്ന ഒരു ജേർണി ആയിരുന്നു മെട്രോയിൽ അൽ നഹദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പോയത്. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിനിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലൊരു യാത്രയാണ്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. അതായത് ഇദ്ദേഹം ഇതിനു മുൻപ് കണ്ട യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ ട്രെയിനിലെ കാഴ്ചകൾ. അതായത് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ലാൻഡ്സ്കേപ്പ് ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. ബട്ട് നത്തിങ് മാച്ചഡ് ദ ലൂവ് അബുദാബി മ്യൂസിയം. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ലൂവ് എന്നാണ്. ബട്ട് നത്തിങ് മാച്ചഡ് ദ ലൂവ് അബുദാബി മ്യൂസിയം, ആ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്. അതുപോലെ മറ്റൊന്നിനും പകരം ആകാത്തത്ര മനോഹരമായിരുന്നു മ്യൂസിയത്തിലെ കാഴ്ചകളും. ഇറ്റ് ഹൗസസ് സം ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ്, പെയിൻറ്റിംഗ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ആർക്കിയോളജിക്കൽ റിമൈൻസ്, അതായത് പുരാവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ, പെയിൻറ്റിങ്, ശില്പങ്ങൾ, അതുപോലെ മറ്റ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത പുരാവസ്തുക്കളൊക്കെ, അതായത് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യൻ നിർമ്മിക്കുന്നവ. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ് മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ഫ്രാൻസിലെ ലൂവ് മ്യൂസിയത്തിൻ്റെ അതേ പേര് തന്നെയാണ് അബുദാബിയിലെ ഈ മ്യൂസിയത്തിനും ഉള്ളത്. ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവ് ഫോർ ഡിസ്പ്ലേ. അതുപോലെ 300ഓളം വസ്തുക്കൾ ഫ്രാൻസിലെ ലൂവ് മ്യൂസിയത്തിൽ നിന്ന് ഇവിടെ വാടകയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഐ തോട്ട് ഇറ്റ് ടെറിബിളി അൺലക്കി ഓഫ് മീ ടു ഹാവ് സ്പെൻറ്റ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദി മ്യൂസിയം. ടെറിബിളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി, എക്സ്ട്രീമിലി, വളരെയധികം. അപ്പം വളരെയധികം അൺലക്കി ആയിപ്പോയി. അൺലക്കി എന്ന് പറഞ്ഞാൽ എന്താ? ദൗർഭാഗ്യമായിപ്പോയി. കാരണം എനിക്കൊരു പകുതി ദിവസം മാത്രമേ ആ മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം കാഴ്ചകൾ കാണാൻ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു ദൗർഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. ഒരാഴ്ചയോളം നടന്നു കാണാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. തിരിച്ച് കാലിക്കറ്റിലേക്ക് വിമാനം കയറുമ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് 2 വീക്സ്, അതായത് ഏകദേശം 2 ആഴ്ചയോളം. അനദർ ടൈം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ, യു നെവർ നോ. അപ്പോൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് വിമാനം കയറിയപ്പോൾ കുറച്ച് സമയം കൂടി, അതായത് 1-2 ആഴ്ച കൂടി അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആ ചാൻസ് കിട്ടുമായിരിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്.